ഹലോ ഗായ്സ്, ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കയറുകെട്ടലാണ്. ഒരാള് എന്താ പരിപാടി എന്നറിയത്തില്ല. നമുക്ക് വലിയ ഒരു കയറുകെട്ടലാണ് ഒരാളിവിടെ. അവിടെ പിടിച്ചു കൊടുക്കാണ്ട് ഒരാളെ കണ്ടോ, കേശുവും അച്ചമ്മയും കൂടെയാണ് അതിന് സഹായിക്കുന്നത്. എന്താ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഇന്ന് കൊച്ചച്ഛൻ വന്ന് ഇന്ന് തകർക്കും. എന്നാ പരിപാടിയാ കൊച്ചച്ച അവിടെ? ആഹാ, കേശുവിന് തൊട്ടി കെട്ടും ഇവിടെ കൊച്ചച്ഛൻ കേട്ടോ. കാലെല്ലാം പോയി. അത് കാരണം കൊച്ചച്ഛനെ കണ്ടിട്ട് സഹിക്കാൻ പോയി. കേശു തൊട്ടിൽ ഉറങ്ങാത്തത്. ആരാ കേശു തൊട്ടി കെട്ടുന്നേ? ആരാ കെട്ടുന്നേ? അയ്യോ, കേശുവിന് അത് എന്നെ കൊച്ചച്ഛൻ അങ്ങനെ കേറി കയറുമായിട്ട് നിക്കുന്ന കണ്ടിട്ട് കേശുവിന് ഭയങ്കര സങ്കടം. ഇപ്പൊ കണ്ടോണം, വേണ്ട ഇപ്പൊ കണ്ടോണം. കൊച്ചച്ഛൻ ഇതെന്നാ പരിപാടി എന്നാണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇവിടെ നല്ല വിശാലമായ കാറ്റും ഒക്കെ കൊണ്ട് കേശുവിന് ഇവിടെ കടക്കാനുള്ള പരിപാടിയാണ്. ഇതേണ്ട അടുത്ത സൈഡ് കെട്ടുവാണ്. അതെങ്ങനെയാ കെട്ടുന്ന കണ്ടോ, കണ്ടോ കണ്ടോ കൊച്ചൻ നിന്ന് കെട്ടുന്ന കണ്ടോ എങ്ങനെയാന്ന് കണ്ടോ. സ്റ്റൂളിന്റെ ഒക്കെ അവിടെ കേറി നിന്ന് കെട്ടുവാണ്. അതിന്റെ മണ്ട കയറി. ഇതെന്നാ അപ്പേച്ചി, എന്നാ കാരണം എന്നാ ഇപ്പൊ തൊട്ടി ഇങ്ങോട്ട് മാറ്റാൻ? തൊട്ടി മാറ്റാൻ കാരണം എന്താന്ന് വെച്ചാൽ കേശുവിന് തൊട്ടിയുടെ കാലൊടിഞ്ഞു പോയി. കേശു കൊണ്ട് ഉറക്കമില്ല. ഇന്ന് കേശുവിന് സുഖമായിട്ട് എടുത്ത് ഉറക്കണം. കൊച്ചച്ഛൻ വന്നപ്പോ കുഞ്ഞ് തൊട്ടി കിടക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോ പൊട്ടി ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു നമുക്ക് കെട്ടാൻ പപ്പിയമ്മേന്ന് പറഞ്ഞ് കെട്ടോ ഞങ്ങള്. കൊച്ചച്ഛൻ വന്നപ്പോ കൊച്ചച്ഛൻ ഒരു ഇത് ഇവനിങ്ങനെ ഉറങ്ങാതെ കരഞ്ഞോണ്ട് നടക്കുന്ന കണ്ടപ്പം കൊച്ചച്ഛനെ എന്റെ കൊച്ചിച്ച ഉണ്ടോ, എന്റെ കൊച്ചിച്ചനോട് പറയുവാ, കാര്യം പറയാ എന്റെ കൊച്ചിച്ചനോട്. എന്നാ പറ്റി കേശുമോനെ? എന്നാ പറ്റി? തൊട്ടി കെട്ടുവാ. തൊട്ടി എന്നാ പറ്റി? എന്നാ പറ്റി കേശുമോനെ? അയ്യോ, കണ്ടോ കേശുവിനുള്ള തൊട്ടിയുടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീടിനകത്ത് തൊട്ടി കെട്ടാനുള്ള ഒരു സൗകര്യം ഇല്ല. അത് ഇങ്ങനെ കൊളുത്തും ഇതൊന്നും ഇല്ല അതിന് അവിടെ. അപ്പൊ അത് കാരണം നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ വെക്കുന്നിടത്താണ്. പകലെല്ലാം ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇവിടെ ആവുമ്പം കാറ്റും കൊള്ളാം. എന്നിട്ട് 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 എന്നാ എടുത്തു? ഇങ്ങനെ തൊട്ടി പരിപാടി നടന്നതേ കണ്ടതേ. തൊട്ടി കെട്ടി കണ്ടോ, കണ്ടോ ഞങ്ങളുടെ അർജുന്റെ കലാവിരുതാണ്. തൊട്ടിയൊക്കെ കെട്ടി നമുക്ക് കേശുവിനെ അതിനകത്തൊന്ന് ഇരുത്തി നോക്കിയാലോ? കേശുവിനെ നമുക്ക് അതിനോട്ടൊന്ന് ഇരുത്താവേ. കേശുപ്പൊന്ന ഹായ് ഹായ്. അയ്യോ കേശു കണ്ടോ, കേശു കൈ കൊട്ടിക്കേ, കൈ കൊട്ടിക്കേ. അപ്പറ്റിന്ന കൈ കൊട്ടിക്കേ, കൊട്ടിക്കേ. പേന പേന ഇപ്പൊ പേന. ഇതൊക്കെ കാണാ കേശുവിന്റെ സന്തോഷം കണ്ടോ, കണ്ടോ. അയ്യോ കേശുപ്പൊന്നെ, കേശുപ്പൊന്നെ ഈ ആരാടി ഇത്? എന്നാ തൊട്ടിയാടി? എന്നാ തൊട്ടിയാ ഇത്? ഇഷ്ടപ്പെട്ട് എന്റെ ഒച്ചിച്ച കെട്ടിയതാണ് കേട്ടോ. ആര് കെട്ടിയതാ പൊന്നെ? ഇരുത്താൻ അതിനകത്ത്. ആരാ പൊന്നെ കെട്ടിയത്? ആരാ പൊന്നെ കെട്ടിയത്? ആരാ പൊന്നെ തൊട്ടി കെട്ടി തന്നേ? കൊച്ചിച്ചാന്ന് പറഞ്ഞേ, കൊച്ചിച്ച. കേശപ്പ സമാധാനമുണ്ട് സത്യം പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഇവരാരും ഇല്ലെങ്കിൽ എനിക്ക് അകത്തൊറ്റയ്ക്ക് ഇരിക്കാൻ ഒരു പേടിയോ തന്നെ ഉള്ളല്ലോ എന്ന് വിചാരിച്ചേ. അന്നേരം ഞാൻ ഓർത്തെന്താ, വെളിയിലാണെങ്കിൽ എനിക്ക് ഇവിടെ കസേരയിട്ട് കുഞ്ഞിനെ ഉറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അവന്റെ കൂടെ എനിക്ക് ഇവിടെ ഇരിക്കാം. അവന് സന്തോഷ. അവന് വെളിയിലാണെങ്കിൽ അവന് സന്തോഷാ. എല്ലാം മോന്റെ അതെല്ലാം മോന്റെയാന്ന് കണ്ടോ. മോന്റെയാന്നാ പറയുന്നത്. എന്നാലും എനിക്ക് എന്റെ പിള്ളേർക്കോ ആർക്കും തോന്നാത്ത എനിക്ക് എന്റെ കുഞ്ഞിന് തോന്നി. ഇത്ര ദിവസമായിട്ട് ഇത് കെട്ടാതാകത്തിരിക്കുവായിരുന്നു. അവൻ വന്ന് എനിക്കിത് കെട്ടി തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരോട് എന്നെ പറഞ്ഞത് ഇന്ന് അവൻ നാളെ അവന്റെ ചേട്ടനെ കൊണ്ട് അവന് ചെലവ് ചെയ്യിപ്പിക്കണം. അതെ, തൊട്ടി കെട്ടി തന്നെ. അപ്പൊ ഗായ്സ് നിങ്ങൾ കണ്ടല്ലോ, തൊട്ടിയൊക്കെ കെട്ടി. അതെ, എല്ലാരും പറയണെന്ന് പറഞ്ഞേ, എല്ലാരും പറയണെന്ന് പറഞ്ഞേ. എന്റെ തൊട്ടി, എന്റെ തൊട്ടി. ടാറ്റാ. കൊച്ചിച്ചും കെട്ടിയതാന്ന് പറയുക.
അതുകൊണ്ട് എല്ലാരും ഇതുപോലത്തെ അഭിപ്രായമൊക്കെ പറയണം. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ വീഴുന്ന എടുത്തിടാനുള്ള ഇതില്ല. അത് നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ ഇന്നത്തെ സന്തോഷം ഇതായിരുന്നു, അത് നിങ്ങളെ കാണിച്ചു. കണ്ടോ, എന്റെ കേശുവിന് ഒത്തിരി സന്തോഷമായി ഇത് കണ്ടപ്പോ തന്നെ. ഞാൻ ഇന്ന് ഒരു അനിയത്തി മോള് കയറി ഞാൻ ഇവനെ തോളെ കിടത്തിക്കൊണ്ടിരിക്കും, അവനെ ഒന്നും ചെയ്ത് ഓർമ്മത്തില്ല. എന്നിട്ട് തൊട്ടിയുടെ ഇത് ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പം അനിയത്തിന് മോൻ പറഞ്ഞു, പപ്പിയൊന്നും വിഷമിക്കണ്ട, നമുക്ക് കേശുകുഞ്ഞിന് വെള്ളിയെ തോട്ടി കെട്ടാവുന്നു. അന്നും പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിതേ കയറൊക്കെ വെച്ച് കെട്ടി നല്ല അടിപൊളിയാക്കി കുഞ്ഞിനെ തേ തൊട്ടിക്കകത്ത് കിടത്തിയേക്കുവാണ്. കണ്ടില്ലേ, നല്ല കാറ്റും വെളിച്ചമൊക്കെ. ഞാൻ അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനിവിടെ, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, എന്റെ പണിയെല്ലാം തീർന്നു, രാവിലെ തന്നെ തീർന്നിരിക്കുക. പിന്നെ അവന്റെ കൂടെ ഉള്ള ഇരിപ്പേ ഉള്ളൂ. അകത്തിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ല പുറത്തിരിക്കുന്നത്. എന്നാൽ തന്നെ കൂടെ ആണെങ്കിൽ അകത്തിരിക്കുമ്പോൾ എനിക്കൊരു ഒറ്റയ്ക്കേ ഉള്ളല്ലോ എന്നൊരു ചിന്തയാ. വെളിയിലാവുമ്പോൾ പേടിക്കണ്ടല്ലോ, അപ്പുറം ഇപ്പുറേക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, എന്നിട്ട് നമുക്ക് വെളിയിലിരിക്കാം. അതൊക്കെ നല്ലതല്ല. അതിൽ കാറ്റുമൊക്കെ കൊണ്ട് കണ്ടില്ല, നല്ല ചെടിയും ഇതുമൊക്കെ വെച്ച് ഇടയ്ക്ക് കിടത്തി ഉറക്കിയേക്കുന്നത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. കണ്ടോ, 2-3 ദിവസം കഴിഞ്ഞു എന്റെ ദൈവമേ പകലൊന്നും ഉറങ്ങിയിട്ട്. പകലുറങ്ങാത്തപ്പോൾ അവന് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്തേ സുഖമായിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതെനിക്ക് സന്തോഷമായി. അവര് വന്നത് ചെയ്തു. അപ്പൊ അവനതൊക്കെ നല്ല കഴിവാണ്, ഏത് കാര്യം ചെയ്യാനും. വീട്ടിലാണ് ചെന്ന് നോക്കണം, അവന് പ്രാവിലെ, മീൻ വളത്തിലെ, കിളിയെ വളത്തിലെ, മുയലെ, പട്ടി, ഇതെല്ലാം അവൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാ. ഇത് വന്ന് കണ്ടപ്പോ അവൻ പറഞ്ഞു തന്ന, പപ്പിയമ്മേ നമുക്ക് ഇതാണെങ്കിൽ കുഞ്ഞു കിടന്ന് ഉറങ്ങിക്കോളൂ. എന്നെ അങ്ങനെ അവൻ വിളിക്കുന്നത്, പേരമ്മേന്ന് വിളിച്ചിട്ടേ ഇല്ല. കുഞ്ഞുനാളിന്ന് തൊട്ടേ അവൻ പപ്പിയമ്മേ വിളിക്കുന്നത്. അത് കേൾക്കും. ഇപ്പൊ കണ്ടില്ല, അതുകൊണ്ട് എന്റെ കേശുക്കുഞ്ഞ് കണ്ട നല്ല സുഖമായിട്ട് അവനെ കിടന്നുറങ്ങും. അവന് ഉണർന്നാലും എനിക്ക് ഇതിനകത്തൊക്കെ ഒന്ന് ഇരുത്താവല്ലോ അവനെ. ഇങ്ങനെ മുറ്റത്തൂടെ നടത്തുന്നതിലും ഭേദമല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ അഭിപ്രായം പറയണം. ഇത് എങ്ങനെയാണ് അവൻ കെട്ടിയത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, അതെന്തോരുണ്ടോ. അതായത് കുഞ്ഞിനോട് കടത്തിയിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ല. ഞാൻ ഇവിടെ തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് കസേരയിട്ട് ഇവിടെ തന്നെയാണ് കുഞ്ഞിൻ്റെ അടുത്തിരിക്കുക. എനിക്ക് എന്തെങ്കിലും വല്ല മാസിക വായിക്കാനോ അല്ല ഫോണിൽ നോക്കാനോ ഒക്കെ ഇവിടെ കാറ്റും കൊണ്ടുകൂടി ഇരിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം പറയണം. ഇതൊക്കെ നല്ലതാണെന്ന് പറയണം. ഇതിൻ്റെ ബാക്കി ഇനി ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി കൂടെ കാണാം. എല്ലാവരും നോക്കണേ.